വെൽക്കം ടു സഹാവിത്ത് എന്നത് ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ IIT ബോംബെ നൽകുന്നത് റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ഒരു അവാർഡ് പ്രോഗ്രാമാണ് 2025-26 സോ ഇതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചസിലുള്ള സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ 15,000 rupees പെർ മന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻറ്റേൺഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്ന സ്റ്റൈപ്പൻഡ്. സോ നിങ്ങളിപ്പോൾ കറൻറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബോംബെ നൽകുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവൈലബിലിറ്റി പ്രോജക്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ബ്രാഞ്ചിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. സോ അതിന് മുന്നായി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സോ ലിങ്ക് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, ഹൗ ടു അപ്ലൈ, അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നോക്കാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. August 7 മുതൽ September 8, 2025 വരെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. സോ ഇനി ഒരു 1 വീക്ക് കൂടെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാരൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ HODൻ്റെ പെർമിഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് September 26 നിങ്ങൾക്ക് ഒരു മെയിൽ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ജോയിനിങ് ഓഫ് ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ട് അറൗണ്ട് 3rd week of January 2026 നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ്. സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്യാനുള്ള ഡീറ്റെയിൽ ഡേറ്റും കാര്യങ്ങളെല്ലാം November 7, 2025 ആണ്. അതിനുള്ള പ്രൊസീജിയറും സെലക്ഷൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതുപോലെ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് October 8 to 16 വരെ ആയിരിക്കും 2025, ഈ ഒരു ഇയർ തന്നെ ആയിരിക്കും. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ദി ഇൻറ്റേൺഷിപ്പ് വന്നിട്ട് January to June വരെയാണ്. സോ ഇതൊരു 4 to 6 month ഓഫ് ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റ്. ഇത് നിങ്ങൾക്ക് കോഴ്സ് വർക്കായിട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഇതൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇൻറ്റേൺഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഓഫ് പ്രോജക്ട്സ് ഏതൊക്കെ അവൈലബിലിറ്റി ഉണ്ട് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇൻറ്റേൺഷിപ്പ് അതായത് പ്രോജക്ട്സ് ഏതൊക്കെയാണ് കറൻറ്റായിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ള ഇതുപോലെ കാണാൻ പറ്റും. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ 3rd or 4th ഇയർ ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലുള്ള HODൻ്റെ നിന്ന് വാങ്ങേണ്ട ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HODൻ്റെ കയ്യിൽ നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുള്ള ഒരു ഫോമും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ 4 to 6 month ആണ്, January to June വരെയുള്ള ടൈം പീരീഡിലാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് നടക്കുന്നത്. അതുപോലെ ഈ ഒരു ഇത് പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ലാന്ന് മസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ ബേസിസിലായിരിക്കും. ദ ഇൻറ്റേൺസ് വിൽ ഹാവ് ഓൺലി IIT ബോംബെ ഫാക്കൽറ്റി ആസ് അഡ്വൈസർ എന്ന് പറയുന്നുണ്ട്. സോ അവിടെ തന്നെ ആയിരിക്കും. അതുപോലെ ടെസ്റ്റും ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതായിരിക്കും. ഇനി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ പേര് കാര്യങ്ങളെല്ലാം അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സോ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലിങ്ക് കാര്യങ്ങൾ വരുന്നതായിരിക്കും. സോ ആ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സും ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സും ഉണ്ടാകുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.